ഹായ്, വെൽക്കം ടു പോയിന്റ്സ് അക്കാഡമി ലേണിംഗ് പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റീസണിങ്ങിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബ്ലഡ് റിലേഷൻസ്. അപ്പോൾ നമുക്കറിയാം, ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് പ്രിലിംസിലായിക്കോട്ടെ മെയിൻസിലായിക്കോട്ടെ രണ്ട് സ്റ്റേജിലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിലിംസ് എക്സാമിന് ഒരു 3 മാർക്ക് ബ്ലഡ് റിലേഷൻ എന്തായാലും വരും അല്ലേ. അതേപോലെ തന്നെ മെയിൻസ് എക്സാമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഒരു 3 മുതൽ 5 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റിലും പസിലൊക്കെ ബ്ലഡ് റിലേഷൻ മിക്സ് ചെയ്തിട്ട് അതുപോലെ കമ്പൈൻഡ് ആയിട്ട് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യനും, അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു 5 മുതൽ 10 മാർക്ക് വരെ മെയിൻസ് എക്സാമിനും നമുക്ക് തരാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് എന്ത്, ബ്ലഡ് റിലേഷൻസ്. ഇവിടെ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്, നമുക്കറിയാം ബ്ലഡ് റിലേഷൻസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പുകൾ തന്നെയാണ്. നമുക്ക് എന്തൊക്കെ റിലേഷൻഷിപ്പുകൾ ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അറിയാം അല്ലേ. ഇവിടെ കുറച്ച് ടേംസ്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുന്നേ. അതിൽ മെയിൻ ആയിട്ടുള്ള ഒന്ന് ഇപ്പം നോക്കാം. ഒരു പേര് കേൾക്കുകയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊതുവെ ഒരാളുടെ പേര് കേട്ടിട്ട് അയാൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, അതായത് അയാളുടെ ജെൻഡർ നമുക്ക് തീരുമാനിക്കാറുണ്ട് അല്ലേ. അത് ഒരാളുടെ ജെൻഡർ എന്താണെന്ന് അറിയാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പേര് മതി. പക്ഷേ എന്താ, ബ്ലഡ് റിലേഷനിൽ നമ്മുടെ ടോപ്പിക്കിലേക്ക്, നമ്മുടെ ക്വസ്റ്റ്യനിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരാളുടെ പേര് വെച്ചിട്ട് അവരുടെ ജെൻഡർ ഡിസൈഡ് ചെയ്യാൻ പാടില്ല. പേരും ജെൻഡറും തമ്മിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, അതുപോലെ തന്നെ ജെൻഡറിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് രണ്ട് ജെൻഡറെ ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യനിൽ ചെയ്യുന്ന സമയത്തുള്ളൂ. അതായത് ഒരാൾ മെയില്, അതേപോലെ തന്നെ ഫീമെയിൽ. മറ്റ് ജെൻഡേഴ്സ് ഒന്നും നമ്മൾ നിലവിൽ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ മാരീഡ് കപ്പിൾസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു കപ്പിൾസിൽ ഒരാൾ മെയിൽ ആണെങ്കിൽ, അതായത് ഹസ്ബൻഡ് ആണെങ്കിൽ മറ്റേയാൾ നിർബന്ധമായിട്ടും എന്തായിരിക്കണം, ഫീമെയിൽ ആയിരിക്കണം. ഈ ഒരു കാര്യവും നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് അത് കൺസിഡർ ചെയ്യുക. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ ഓൺലി സൺ, ഓൺലി ഡോട്ടർ, ഓൺലി ചൈൽഡ് എന്ന്. ഓക്കെ, പൊതുവെ ഓൺലി സൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരൊറ്റ കുട്ടി എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ടുപോകും, അല്ലെങ്കിൽ ഒറ്റ മോൾ എന്നങ്ങ് എടുക്കും. പക്ഷെ അങ്ങനെ കൺസിഡർ ചെയ്യരുത്. ഓൺലി സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ആൺകുട്ടി, ഇപ്പം എ ഈസ് ദ ഓൺലി സൺ ഓഫ് ബി എന്ന് നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ അവിടെ ഒരേ ഒരു ആൺകുട്ടി എന്നുള്ള മീനിങ്ങേ ഉള്ളൂ അയാൾക്ക് ചിലപ്പോൾ പെൺകുട്ടികൾ ഉണ്ടാവാം. ഓക്കെ, ഓൺലി സൺ എന്ന് പറഞ്ഞാൽ ദർ ഇസ് ഓൺലി വൺ മെയിൽ ചൈൽഡ് ബട്ട് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഫീമെയിൽ ചിൽഡ്രൻ. ഓക്കെ, ഓൺലി ഡോട്ടർ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ദർ ഇസ് ഓൺലി വൺ ഫീമെയിൽ ചൈൽഡ്, അതായത് ദർ ഇസ് ഓൺലി വൺ ഡോട്ടർ ബട്ട് ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് മെയിൽ ചിൽഡ്രൻ അല്ലേ. അയാൾക്ക് ആൺകുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പകരം നമ്മളെടുത്ത് പറയുന്നത് ഓൺലി ചൈൽഡ് എന്നാണെങ്കിൽ അവിടെ എന്താ, ദർ ഇസ് ഓൺലി വൺ ചൈൽഡ്. അയാൾക്ക് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അവിടെ ഒരൊറ്റ കുട്ടി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു പോയിന്റ് എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കുക. നമുക്ക് ത്രൂ ഔട്ട് പല ക്വസ്റ്റ്യനിലും ഈ ഒരു സംഭവം ആവശ്യം വരാറുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഈ റിലേഷൻഷിപ്പുകൾ. പറയുമ്പോൾ നമുക്ക് ഫാദർ റിലേറ്റഡ് ആയിട്ട് നമുക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ട്, മദർ റിലേറ്റഡ് ആയിട്ട് റിലേഷൻഷിപ്പുകൾ ഉണ്ട്. അതായത് അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ അല്ലെ, അച്ഛൻ്റെ ബ്രദർ, അച്ഛൻ്റെ സിസ്റ്റർ അല്ലേ. അതേപോലെ തന്നെ അമ്മയുടെ അച്ഛൻ, അമ്മയുടെ അമ്മ, അമ്മയുടെ ബ്രദർ, സിസ്റ്റർ അല്ലേ. അപ്പം പലപ്പോഴും അച്ഛൻ്റെ അച്ഛനെയും അമ്മയുടെ അച്ഛനെ നമ്മൾ ഗ്രാൻഡ് ഫാദർ എന്ന് പറയാം, അമ്മയുടെ അമ്മേനെ അതേപോലെ തന്നെ അച്ഛൻ്റെ അമ്മേനെ നമുക്ക് ഗ്രാൻഡ് മദർ എന്ന് പറയാം, അതേപോലെ തന്നെ അങ്കിള് ഉണ്ട് അല്ലേ. പക്ഷെ ചില സിറ്റുവേഷനിൽ, ചില ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇവരെ സ്പെസിഫൈ ചെയ്ത് പറയേണ്ടി വരും. അതായത് അച്ഛൻ്റെ വകുപ്പിൽ വന്ന റിലേഷൻ ആണോ, ഫാദർ റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ മദർ റിലേറ്റഡ് ആണോ, ഇങ്ങനെ പറയേണ്ട ചില സിറ്റുവേഷൻസ് വരും. ഇവിടെ ഫാദർ റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഒരു ടേം യൂസ് ചെയ്യും, അതിന് പെറ്റേണൽ എന്ന് പറയും. ഫാദർ റിലേറ്റഡ് റിലേഷൻഷിപ്പുകളെ പെറ്റേണൽ റിലേഷൻഷിപ്സ് എന്ന് പറയും. ഫാദറിനെ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ, ഫാദറിന്റെ മദറിനെ പെറ്റേണൽ ഗ്രാൻഡ് മദർ, ഫാദറിന്റെ ബ്രദറിനെ പെറ്റേണൽ അങ്കിൾ, ഫാദറിന്റെ സിസ്റ്ററിനെ പെറ്റേണൽ ഓണ്ട് അല്ലേ. അതേപോലെ തന്നെ നമുക്ക് മദർ റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളെ ഡിനോട്ട് ചെയ്യാൻ മെറ്റേണൽ റിലേഷൻഷിപ്പുകൾ എന്ന് പറയും. മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ, മെറ്റേണൽ ഗ്രാൻഡ് മദർ, മെറ്റേണൽ ഓണ്ട്, മെറ്റേണൽ അങ്കിൾ. ഈ കുറച്ച് കാര്യങ്ങളും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം എളുപ്പമാണ് ഈ ടോപ്പിക്ക്, വലിയ ബുദ്ധിമുട്ടുള്ളതല്ല, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മൾക്ക് ഉള്ള റിലേഷൻഷിപ്പുകളും കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം.
അതുപോലെ തന്നെ നമുക്ക് ഓരോ റിലേഷൻഷിപ്പുകളും എങ്ങനെ ഡിനോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ജെൻഡേഴ്സ് എങ്ങനെ ഡിനോട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് നമ്മൾ അതിനെ പറ്റിയായിരിക്കും സംസാരിക്കാം. ഓക്കെ, നമുക്ക് ബ്ലഡ് റിലേഷൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫാമിലി ട്രീ വരയ്ക്കുക എന്നുള്ളത്. ഫാമിലി ട്രീ വരയ്ക്കുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന് ജെൻഡർ ഡിനോട്ട് ചെയ്യുക, അതുപോലെ തന്നെ റിലേഷൻഷിപ്പുകളെയും റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് രണ്ട് ജെൻഡേഴ്സ് ആണുള്ളത്, നമുക്കറിയാം മെയിൽ ആൻഡ് ഫീമെയിൽ അല്ലേ. മെയിലിനെ നമ്മൾ പ്ലസ് സൈൻ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഫീമെയിലിനെ മൈനസ് സൈൻ യൂസ് ചെയ്തിട്ടും ഡിനോട്ട് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊരു കേസിൽ നമുക്ക് ജെൻഡർ അറിയില്ല, അവിടെ ഒരു സൈനും ഇടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഓക്കെ, അപ്പം മെയിലിനെ പ്ലസ് സൈനും ഫീമെയിലിനെ മൈനസ് സൈനും ഇട്ടിട്ടാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ നമുക്ക് ചില ബുക്കുകളിലോ അല്ലെങ്കിൽ മറ്റ് സൈറ്റുകളിലൊക്കെ നമുക്ക് കാണാം മെയിലിനെ സ്ക്വയറിലും ഫീമെയിലിനെ സർക്കിളിലാക്കിയിട്ട്, ഇനി ജെൻഡർ അറിയില്ലെങ്കിൽ ട്രയാങ്കിൾ ഒക്കെ യൂസ് ചെയ്യുന്ന കാണാം. ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അവോയ്ഡ് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ചുരുങ്ങിയ സമയത്ത് എഴുതുന്ന എക്സാം ആണ്. ആ എക്സാമിന്റെ ഇടയിൽ നമ്മൾ ഓരോരുത്തർ 8 പേരുടെ കേസ് ചോദിക്കുന്ന സമയത്ത് അവിടെ പ്ലസ് സൈനും മൈനസ് സൈനും പകരം ഓരോരുത്തരെയും സ്ക്വയർ ചെയ്യാനും സർക്കിൾ ചെയ്യാനും പോകുന്നതിനേക്കാളും നല്ല എന്താ ചെറിയൊരു സൈൻ യൂസ് ചെയ്യാം. നമുക്ക് ചുരുങ്ങിയ സമയത്ത് വേണം കാര്യങ്ങൾ നടക്കാൻ അല്ലേ. അപ്പം നമുക്ക് കുറച്ചും കൂടി ഇത് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ റിലേഷൻഷിപ്പുകളെ ഡിനോട്ട് ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകളെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റിലേഷൻ ഉള്ള എവിടെയൊക്കെയാണ്, നമുക്ക് ഫാദർ മദറും ചിൽഡ്രനും അല്ലെ, അതായത് പേരൻസും ചിൽഡ്രനും തമ്മിലുള്ള റിലേഷൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ റിലേഷൻ, അതുപോലെ തന്നെ സിബ്ലിങ്സിന്റെ റിലേഷൻ, ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളാണ് അല്ലെ. അവരെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ നോക്കാം. പേരൻസിനെയും ചിൽഡ്രനെയും നമ്മൾ വെർട്ടിക്കൽ സിംഗിൾ ലൈൻ യൂസ് ചെയ്തിട്ട് ഡിനോട്ട് ചെയ്യാം. അതായത് ഇതുപോലെ അല്ലെ. ഇതെന്താ മീൻ ചെയ്യുന്നത്, എ ഈസ് ദ പേരന്റ് ഓഫ് ബി എന്ന് പറയാം, അതും അല്ലെങ്കിൽ ബി ഈസ് ദ ചൈൽഡ് ഓഫ് എ എന്ന് പറയാം അല്ലേ. ഇപ്പൊ നമുക്ക് എന്ത് പറയാം, എ ഈസ് ദ ഫാദർ ഓഫ് ബി. ഇപ്പൊ നമുക്ക് എന്ത് പറയാം, ബി ഈസ് ദ ഡോട്ടർ ഓഫ് എ എന്ന് പറയാം അല്ലേ. ഇപ്പോഴോ ബി ഈസ് ദ സൺ ഓഫ് എ. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ നമുക്ക് സിബ്ലിങ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ സിംഗിൾ ലൈൻ ആണ്. ഈ ഒരു റെപ്രസെന്റേഷൻ കൊണ്ട് നമുക്ക് എന്ത് പറയാം, എ ആൻഡ് ബി ആർ സിബ്ലിങ്സ് അല്ലേ. ഇപ്പോഴോ എ ഈസ് എ ബ്രദർ ഓഫ് ബി, എ ഈസ് എ ബ്രദർ ഓഫ് ബി ആൻഡ് ബി ഈസ് എ സിസ്റ്റർ ഓഫ് എ അല്ലേ. ഇപ്പോഴോ എ ആൻഡ് ബി ആർ ബ്രദേഴ്സ് എന്ന് പറയാം അല്ലേ. അതുപോലെ തന്നെ മാരീഡ് കപ്പിൾസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹൊറിസോണ്ടൽ ഡബിൾ ലൈൻ ആണ് യൂസ് ചെയ്യുക. എ ആൻഡ് ബി ആർ മാരീഡ് കപ്പിൾസ്, എ ആൻഡ് ബി ആർ മാരീഡ് കപ്പിൾസ് അല്ലേ. ഇപ്പൊ നമുക്ക് എന്ത് പറയാം, എ ഈസ് എ ഹസ്ബൻഡ് ഓഫ് ബി ആൻഡ് ബി ഈസ് എ വൈഫ് ഓഫ് എ. ഇങ്ങനെയാണ് ഒരു ഫാമിലി ട്രീയിൽ നമ്മൾ റിലേഷൻഷിപ്പുകൾ ഡിനോട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ജെൻഡറും ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെടുത്ത് പറയാണ് എ ഈസ് എ ഗ്രാൻഡ് ഫാദർ ഓഫ് സി എന്ന് പറയുന്നത്, എ ഈസ് എ ഗ്രാൻഡ് ഫാദർ ഓഫ് സി. അതിനെ നമുക്ക് ഒരു പോയിന്റ് പോലെ ഇതുപോലെ റെപ്രസെന്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം, എ ഈസ് എ ഗ്രാൻഡ് ഫാദർ അല്ലേ. അതായത് എയുടെ കുട്ടിയുടെ കുട്ടിയാണ് ആര്, സി. ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞുകൊണ്ട് എ മെയിലാണ്. നമുക്ക് ഈ ഒരു രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ എന്ത് ചെയ്യാം, ഡിനോട്ട് ചെയ്യാം. ഇപ്പം സി ഒരു ഫീമെയിൽ ആണെങ്കിൽ സി ഈസ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് എ അല്ലേ. ഓക്കെ ആണല്ലോ. നമ്മൾ നേരത്തെ റിലേഷൻഷിപ്പുകളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമുക്കുള്ള റിലേഷൻഷിപ്പുകൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫാമിലി ട്രീ വരയ്ക്കാം. നമ്മുടെ ടോട്ടൽ റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ റിലേഷൻ എങ്ങനെ വരും, അത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നുള്ള രീതിയിലുള്ള ഒരു ഫാമിലി ട്രീ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരയ്ക്കാം മൈസെൽഫ് അല്ലേ, മെയിലും ഓർ ഫീമെയിൽ അല്ലെ, രണ്ടുപേരുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ജനറേഷനിൽ നമുക്കുള്ള റിലേഷൻഷിപ്പ് ഏതൊക്കെയാ, ഒന്ന് മെയിൻ ആയിട്ടുള്ള എന്താണ്, ബ്രദർ അല്ലെ. നമ്മളെ ജനറേഷനിൽ നമ്മളെ ഒരു സിബിലിംഗ് ബ്രദർ, അയാൾ എന്താണ്, മെയിലാണ്. അതേപോലെ തന്നെ നമുക്കൊരു സിസ്റ്റർ ഉണ്ടാവുക അല്ലെ, സിസ്റ്റർ എന്താണ്, ഫീമെയിൽ ആണ്. നമുക്കൊരു ഈ സിസ്റ്ററെ മാരി ചെയ്യുന്ന ആളോ, നമ്മുടെ സിസ്റ്ററെ കല്യാണം കഴിക്കുന്ന ആളാരാ, ബ്രദറിനിലോ ആണ് നമ്മുടെ അല്ലെ, ബ്രദറിനിലോ. ഓക്കെ, ഇനിയപ്പോ നമുക്ക് കല്യാണം കഴിക്കാലോ. നമ്മൾ കല്യാണം കഴിക്കുന്നത് ഹസ്ബൻഡ്
ഓർ വൈഫ് അല്ലേ? ഹസ്ബൻഡ് മെയിൽ ആണ്, വൈഫ് ഫീമെയിൽ ആണ് അല്ലേ? ഈ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ വൈഫിനോ അവരെ നമ്മുടെ സ്പൗസ് എന്ന് പറയും അല്ലെ? നമ്മുടെ സ്പൗസിന് സിബ്ലിങ്സ് ഉണ്ടാവാം, അവരെയും നമ്മൾ എന്ത് തന്നെയാണ് പറയാ? ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ എന്ന് തന്നെയാണ് പറയാ അല്ലെ? ബ്രദർ ഉണ്ടെങ്കിൽ ബ്രദർ ഇൻ ലോ അല്ലെ? സിസ്റ്റർ ഉണ്ടെങ്കിൽ സിസ് ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ അല്ലെ? ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ മുകളിലത്തെ ജനറേഷനിലേക്ക് പോവാം. പേരൻസ് അല്ലെ? നമ്മുടെ ഫാദറിന് മെയിലാണ് അല്ലെ? ഫാദർ കല്യാണം കഴിക്കുന്നതല്ലേ നമ്മുടെ മദറാണ് അല്ലെ? ഫാദറിനെ എന്താ പറയാ? പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്നാണ് പറയാ അല്ലെ? പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ അല്ലെ? പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ. ഫാദറിന്റെ മദർ ആണെങ്കിലോ പെറ്റേണൽ ഗ്രാൻഡ് മദർ അല്ലെ? അതേപോലെ മദറിന്റെ ഫാദർ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ആണ് അല്ലെ? മദറിന്റെ മദർ ആരായിരിക്കും? മെറ്റേണൽ ഗ്രാൻഡ് മദർ ആണ്. ഓക്കെ. ഫാദറിന്റെ ബ്രദർ പെറ്റേണൽ അങ്കിൾ അല്ലേ? ഫാദറിന്റെ സിസ്റ്റർ പെറ്റേണൽ ഓണ്ട്. അതുപോലെ തന്നെ മദറിന്റെ ബ്രദർ മെറ്റേണൽ അങ്കിൾ, മദറിന്റെ സിസ്റ്റർ മെറ്റേണൽ ഓണ്ട്. ഓക്കെ ആണല്ലോ. ഇനി മെറ്റേണൽ ഓണ്ട് കല്യാണം കഴിക്കുന്ന ആൾ എന്താ പറയാ? അങ്കിൾ എന്നാണ് പറയാ അല്ലെ? അവരെ മെറ്റേണൽ അങ്കിൾ എന്ന് പറയണ്ട, അങ്കിൾ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ പെറ്റേണൽ ഓണ്ട് കല്യാണം കഴിക്കുകയാണെങ്കിൽ അതും എന്ത് തന്നെയാണ്? അങ്കിളാണ്. പെറ്റേണൽ അങ്കിള് കല്യാണം കഴിക്കുകയാണെങ്കിൽ അതും എന്താണ്? ഓണ്ടാണ്. ഓക്കെ. ഇവർക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആരായിരിക്കും? അങ്കിളിന്റെ ഓണ്ടിന്റെ കസിൻ. കുട്ടികൾ എന്താണ് പറയാ? കസിൻ എന്ന് പറയും അല്ലെ? എന്താണ് പറയാ? കസിൻ. അവർ നമ്മുടെ കസിൻസ് ആയിരിക്കും അല്ലെ? മെയിൽ ആവാം, ഫീമെയിൽ ആവാം. കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ അല്ലെ? അതുപോലെ ഇനി നമ്മുടെ ജനറേഷനിൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ജനറേഷനിൽ ഇനി ആരാണ്? ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും ഒക്കെ പേരൻസ് അല്ലെ? ഫാദർ ഇൻ ലോ ആൻഡ് മദർ ഇൻ ലോ. ഫാദർ ഇൻ ലോ ആൻഡ് മദർ ഇൻ ലോ അല്ലെ? ഇനി നമുക്ക് കുട്ടികളുണ്ടെങ്കിലോ സണ്ണും ഡോട്ടറും ആണ് അല്ലെ? ആൺകുട്ടിയാണെങ്കിൽ സണ്ണാണ്, പെൺകുട്ടിയാണെങ്കിൽ ഡോട്ടർ ആണ് അല്ലെ? ഡോട്ടർ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് സണ്ണിൻലോ ആണ് അല്ലെ? അതുപോലെ സണ്ണ് കല്യാണം കഴിക്കുന്ന ആള് നമ്മുടെ ഡോട്ടർ ഇൻലോ ആണ്. ഇവിടെ ഒരു പെൺകുട്ടി വരികയാണെങ്കിൽ, അതായത് നമ്മുടെ ഡോട്ടർക്ക് ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്രാൻഡ് ഡോട്ടർ ആണ് അല്ലെ? അതുപോലെ ഇയാൾക്കൊരു സൺ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കുട്ടി അത്രയേ ഉള്ളൂ. ആൺകുട്ടിയാണെങ്കിൽ ഗ്രാൻഡ് സൺ ആണ് അല്ലെ? ഇനി നമ്മുടെ ബ്രദറിനും അല്ലെ സിസ്റ്റേഴ്സിനും ഉള്ള മക്കള് അല്ലെ? അവരെന്താ പറയാ? ആൺകുട്ടിയാണെങ്കിൽ നെഫ്യൂ ആണ്, പെൺകുട്ടിയാണെങ്കിൽ നീസ് ആണ് അല്ലെ? നെഫ്യൂ, നീസ് അല്ലെ? ഓക്കെ ആണല്ലോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ടോട്ടൽ റിലേഷൻഷിപ്പുകൾ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഓരോ പോയിന്റും എഴുതിയത് നമ്മളെ സംബന്ധിച്ചാണ് ഓരോരുത്തരുടെയും പേര് എഴുതിയ അല്ലെ? ഇവിടെ നോക്കുക, നമ്മളെ സംബന്ധിച്ചാണ് ഇവരുടെയൊക്കെ പേര് ഇങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പുകൾ നിൽക്കുന്നത്. ഈ സണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡോട്ടറിലോ ആരാ? വൈഫാണ്. അതേപോലെ ഈ ഗ്രാൻഡ് സൺ ആരാണ്? സണ്ണാണ് അല്ലെ? അതേപോലെ തന്നെ ഈ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രദറിലോ ആരാ? ബ്രദറാണ്. അപ്പൊ ഓരോ റിലേഷൻഷിപ്പും എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തത്, ആ റിലേഷൻഷിപ്പിന്റെ റെപ്രസെന്റേഷൻ നോക്കുക, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ ജെൻഡറിന്റെ കാര്യം, ജെൻഡർ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ ഓരോ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളും പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രോബ്ലം എങ്ങനെ വരും, ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവേ നമ്മുടെ എക്സാമിന് വരുന്ന ഒരു പ്രോബ്ലത്തിന്റെ രീതി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് തുറക്കം തരും. അതൊരു ഫാമിലിനെ സംബന്ധിച്ചുള്ള അവരുടെ ആൾക്കാരുടെ കുറച്ച് റിലേഷൻഷിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെ എങ്ങനെയൊക്കെ കണക്ട് ആയി നിൽക്കുന്നു എന്നുള്ള കുറച്ച്
ഇൻഫർമേഷൻസ് ആണ് നമുക്ക് തരിക. തുടക്കം തന്നെ നമ്മളടുത്ത് ചിലപ്പോൾ പറയും there are 7 family members or 8 family members എന്ന് പറയും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവാം? 8 പേരാ ഫാമിലിയിലുണ്ട്, അല്ലെങ്കിൽ 7 പേരാ ഫാമിലിയിലുണ്ട് അല്ലേ? അപ്പൊ അത് പറയുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് അവിടെ ഉള്ള ആൾക്കാരുടെ ഒക്കെ പേര് തരും. നമ്മുടെ ഫാമിലി ട്രീ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ 7 പേരുണ്ടാവാം. 7 ഫാമിലി മെമ്പേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 പേര് കൃത്യമായിട്ട് ഉണ്ടാവണം. അത് 8 ആവരുത്, 6 ആവരുത്. 7 എന്ന് പറഞ്ഞാൽ 7 തന്നെ ആയിരിക്കണം. ഓക്കെ, നമുക്ക് ഇപ്പം പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അവിടെ ഫസ്റ്റ് സെറ്റ് നോക്കാം. There are 7 members in a family, that is A, B, C, D, E, F and G അല്ലേ? അപ്പൊ 7 മെമ്പേഴ്സ് ഉള്ള ഫാമിലിയാണ്, പേര് പറഞ്ഞിട്ടുണ്ട് അല്ലേ? There are 2 married couples and only 3 are males എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ അവിടെ 2 മാരീഡ് കപ്പിൾസ് ഉണ്ട്. ഇവിടെ എന്താണ്? അതിൽ 3 പേരാണ് ആ ഫാമിലിയിൽ മെയിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത് അല്ലേ? A who is unmarried and F are siblings. എയും എഫും എന്താണ്? സിബ്ലിങ്സ് ആണ്. അതിൽ എ എന്ന് പറയുന്ന ആൾ എന്താണ്? അൺമാരീഡ് ആണ് അല്ലെ? എ അൺമാരീഡ് ആണ്. ബീസ് ഹസ്ബൻഡ് ഹാസ് 2 children. ബീസ് ഹസ്ബൻഡ് ഹാസ് 2 children അല്ലെ? അതായത് ബി എന്ന് വെച്ചാൽ ബിക്കും എന്താണ്? 2 കുട്ടികളുണ്ടെന്ന് തന്നെയാണ്. അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി ഫീമെയിൽ മെമ്പർ ആണെന്ന് മനസ്സിലാവും. ബിക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ട്, അവർക്ക് 2 കുട്ടികളുണ്ട് അല്ലെ? ഡി ഈസ് ദ ഫാദർ ഓഫ് എഫ്. ഡി ഈസ് ദ ഫാദർ ഓഫ് എഫ്. അപ്പൊ എന്റെ എഫിന്റെ ഫാദർ ആരാണ്? ഡി ആണ് അല്ലെ? ഡി ഈസ് ദ ഫാദർ ഓഫ് എഫ്. ജി ഈസ് ദ നീസ് ഓഫ് എ ഹു ഈസ് നോട്ട് എ മെയിൽ മെമ്പർ. എയുടെ നീസാണ് ആര്? ജി. എന്റെ നീസാണ് ജി വരുന്നത് അല്ലെ? ഹു ഈസ് നോട്ട് എ മെയിൽ മെമ്പർ എന്ന് പറയുന്നുണ്ട്. എ എന്ന് പറയുന്ന ആൾ ഒരു മെയിൽ മെമ്പർ അല്ല, അപ്പൊ എന്താണ്? ഫീമെയിൽ ആണ് അല്ലെ? ബി ഈസ് എ മദർ ഓഫ് സി. ബി ഈസ് എ മദർ ഓഫ് സി. അപ്പൊ ബിയുടെ ഒരു കുട്ടി എന്താണ്? സി ആണ്. ഹു ഈസ് അൺമാരീഡ്. അപ്പൊ സിയും അൺമാരീഡ് ആണ്. ഇ ഈസ് നോട്ട് മാരീഡ് ടു എഫ് ഓർ ജി. അപ്പം ഈ എഫ് ആയിട്ടും മാരീഡ് അല്ല, അതേപോലെ തന്നെ ഈ ജി ആയിട്ടും മാരീഡ് അല്ല. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ നോക്കാം, അവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഫാമിലി ട്രീ എങ്ങനത്തെ? 7 പേരുണ്ടാവണം, 2 മാരീഡ് കപ്പിൾസ് ആയിരിക്കണം, 3 മെയിൽസ് ആയിരിക്കണം അല്ലേ? അപ്പൊ നോക്കാം, ഡി എഫ് ഉണ്ട്. എയും എഫും എഫും സിബ്ലിങ്സ് ആണ്, ഓൾറെഡി തന്നു. അവരുടെ ഫാദർ ആണ് ഡി. ബി സി, ഇവിടെ ഒരു മാരീഡ് കപ്പിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? എ അൺമാരീഡ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബിയുടെ ഹസ്ബൻഡിന് സി ആയിട്ട് അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കാം, എയുടെ നീസാണ് ജി എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? ജി ഈസ് എ നീസ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ നീസ് എയുടെ താഴത്തെ ജനറേഷനിലേക്ക് ഒരാൾ വരുമ്പോ ഇവിടെ നോക്കുക, ഇവിടെ ഒരാളുടെ ആവശ്യമുണ്ട് അല്ലേ? അത് ജി ആണെങ്കിലോ അല്ലെ? അങ്ങനെ ഒരു അസംഷനും കൂടെ നമ്മൾ ഇതിന്റെ ഇടയിൽ നടത്തണം അല്ലെ? ജി ആണെങ്കിൽ ബിയുടെ ഹസ്ബൻഡ് ആരായിരിക്കും? എഫ് ആയിരിക്കും അല്ലെ? പുതുതായിട്ട് ഇനി ഒരാളെയൊന്നും പറയാനില്ല. സോ എന്താണ്? ബി ഇവിടെ വരും, സിയും ജിയും ഇവിടെ വരും അല്ലെ? 7th പേഴ്സൺ ആരാണ്? ഇ ആണ്. ഇ നോട്ട് മാരീഡ് ടു എഫ് ഓർ ജി. എഫിനും ജി ആയിട്ടൊന്നല്ല ഈ മാരീഡ് ആയിട്ടുള്ള അല്ലെ? അപ്പം പിന്നെ ഇയുടെ കേസിൽ കൊടുക്കാൻ പറ്റും. എ അൺമാരീഡ് ആണ്, സി അൺമാരീഡ് ആണ്. സോ ഈ മാരീഡ് ടു ആരാണ്? ഡി ആണ് അല്ലെ? ഇയുടെ കേസ് നോക്കുക, ഈ എന്തായിരിക്കും? ഫീമെയിൽ ആണ് അല്ലെ? ഈ ഒരു ഫീമെയിൽ ആണ്. കാരണം എന്താ? ഡി മെയിൽ ആണ്, വൈഫ് ആവുകയാണല്ലോ ചെയ്യുന്നത് അല്ലെ? എ ഈസ് നോട്ട് എ മെയിൽ മെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, എയും ഫീമെയിൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ടോട്ടല് 3 മെയിൽ മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? ടോട്ടല് 3 മെയിൽ മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 1, 2, ഇനി ബാക്കിയുള്ള ഒരാളാരാ? സി ആണ്. അപ്പൊ സിയും നമ്മുടെ മെയിൽ മെമ്പർ ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്കപ്പോ ആ ഫാമിലി ട്രീ കണക്ട് ആയി കിട്ടിയല്ലേ? അപ്പം ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫാമിലി ട്രീ. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് ഓൺഡ് ഓഫ് സി എന്ന് പറയും. സിയുടെ ഓണ്ട് ആരാണ്? ഈ ഒരു കേസിൽ എ ആണ് അല്ലേ? അപ്പൊ ആൻസർ എന്താണ്? എ. ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഗ്രാൻഡ് മദർ ഓഫ് ജി. ജിയുടെ ഗ്രാൻഡ് മദർ ആരാണ് ഇവിടെ? ഇ ആണ് അല്ലേ? ഹൗ ഇസ് ബി റിലേറ്റഡ് ടു എ? അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഇസ് ബി റിലേറ്റഡ് ടു എ? ബി റിലേറ്റഡ് ടു എ എന്താണ്? സിസ്റ്റർ ഇൻ ലോ അല്ലേ? ഇസ് ബി റിലേറ്റഡ് ടു എ എന്താണ്? സിസ്റ്റർ ഇൻ ലോ. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ 3 generation ഫാമിലി ഓഫ് 9 members, 9 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട് അല്ലെ? കെ എൽ എം എൻ ഒ പി ക്യു ആർ ആൻഡ് എസ്. ദർ ആർ 2 മാരീഡ് കപ്പിൾസ്. അപ്പൊ 3 ജനറേഷനുള്ള ഫാമിലിയാണ്.
9 പേരുണ്ട്, 2 മാരീഡ് കപ്പിൾസ് ഉണ്ട് അല്ലേ. കെ ഈസ് എ സ്പൗസ് ഓഫ് ഒ ഹു ഈസ് എ സിസ്റ്റർ ഇൻ ലോ ഓഫ് എസ് അല്ലേ. കെ ഈസ് എ സ്പൗസ് ഓഫ് ഒ ഹു ഈസ് എ സിസ്റ്റർ ഇൻ ലോ ഓഫ് എസ്. കെ എന്ന് പറയുന്ന ആള് ഓന്റെ സ്പൗസ് ആണെന്നാണ് പറഞ്ഞത്. ഹു ഈസ് ദ സിസ്റ്റർ ഇൻ ലോ ഓഫ് എസ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഓ എന്താണ്, സിസ്റ്റർ ഇൻ ലോ ആണ് അല്ലെ. സോ കെ എന്താണ്, മെയിൽ ആണെന്ന് പറയാം അല്ലെ. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം. അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്, ഹു ഈസ് എ സിസ്റ്റർ ഇൻ ലോ ഓഫ് എസ്. ഓ ഈസ് എ സിസ്റ്റർ ഇൻ ലോ ഓഫ് എസ് അല്ലെ. ഓ എസിന്റെ സിസ്റ്റർ ഇൻ ലോ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സിസ്റ്റർ ഇൻ ലോ വരിക അല്ലെ, സിസ്റ്റർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ, നമുക്ക് എങ്ങനെയൊക്കെ വരാം നമുക്ക് റിലേഷൻഷിപ്പില്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്പൗസിന്റെ, അതായത് വൈഫിന്റെയോ ഹസ്ബൻഡിന്റെയോ സിബ്ലിങ്സ് ആവാം നമ്മുടെ ബ്രദർ ഇൻ ലോയും സിസ്റ്റർ ഇൻ ലോയും അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ സിബ്ലിങ്സിന്റെ സ്പൗസ് ആവാം, അതായത് നമ്മുടെ സിസ്റ്റർ ആണ്, സിസ്റ്റർ അല്ലെ, ബ്രദറിന്റെ വൈഫോ ഹസ്ബൻഡോ അല്ലെ. ഇവരും എന്ത് തന്നെയാണ്, നമ്മുടെ സിസ്റ്റർ ഇൻ ലോയും ബ്രദർ ഇൻ ലോയും തന്നെയാണ്. ഈ രണ്ട് പോസിബിലിറ്റിയും നിങ്ങൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ ഓനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ രീതിയിൽ വരാം, ഒന്നെങ്കിൽ ഓയുടെ ഹസ്ബൻഡ്, അതായത് കെയുടെ സിബ്ലിംഗ് ആവാം ആര്, എസ് അല്ലെ. അതേപോലെ തന്നെ എന്താവാം, ഓക്കെ ഒരു സിബ്ലിംഗ് ഉണ്ടെങ്കിൽ അയാളുടെ സ്പൗസും ആവാം ആര്, എസ് അല്ലെ. ഈ രണ്ട് സാധ്യതകൾ അവിടെ ഉണ്ട്. എം ഈസ് എ സിസ്റ്റർ ഓഫ് എൻ ഹു ഈസ് എ മദർ ഓഫ് ക്യൂ അല്ലെ. എം ഈസ് ദ സിസ്റ്റർ ഓഫ് എൻ who is a mother of q. Who is a mother of q? n is a mother of q അല്ലേ. n is a mother of q. r is a brother of q. r q ന്റെ ബ്രദർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. q is a granddaughter of p. who is a brother of o. ഇപ്പൊ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. എന്താ, o എന്ന് പറയുന്ന ആള് p യുടെ ഗ്രാൻഡ് ഡോട്ടർ ആണ് എന്ന് വെച്ചാൽ o എന്ന് പറയുന്ന ആള് ഫീമെയിൽ, സോറി q എന്ന് പറയുന്ന ആള്, Q is the granddaughter of P എന്ന് പറയുമ്പോൾ Q എന്ന് പറയുന്ന ആള് ഫീമെയിൽ ആണ്, P യുടെ ഗ്രാൻഡ് ഡോട്ടർ ആണ്. പ്ലസ് എന്തും കൂടെ പറഞ്ഞിട്ടുണ്ട്, P is a brother of O അല്ലെ. P who is the brother of O എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ P is a brother of O. P O യുടെ ബ്രദർ ആണ്. P എന്ന് പറയുന്ന ആള് മെയിൽ ആണ്. P is a grandfather of Q അല്ലേ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, P നെ എടുത്തിട്ട് എന്നിന്റെ പേരന്റ് ആക്കാൻ പാടുണ്ടോ, ഇല്ല. കാരണം എന്താ, ക്യൂവിനെ സംബന്ധിച്ചിടത്തോളം പി ഗ്രാൻഡ് ഫാദർ ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ പീനെ സംബന്ധിച്ചിടത്തോളം ക്യൂ ഗ്രാൻഡ് ഡോട്ടർ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതിനിടയിൽ നിൽക്കുന്ന ഈ എന്നിന്റെ പേരന്റ് ആണ് പി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കാരണം എന്താ, ക്യൂവിന് അച്ഛനും ഉണ്ടാവാം അമ്മയും ഉണ്ടാവാം അല്ലെ, രണ്ടുപേരും ഉണ്ടാവാം. രണ്ടുപേരിൽ ഒരാളുടെ പേരന്റ് ആയിരിക്കും ആര്, പി. അതേ ആരാണെന്ന് നമുക്ക് കൺഫേം ആയിട്ടില്ല അല്ലെ. എൽ ഈസ് എ ബ്രദർ ഇൻ ലോ ഓഫ് എം. എൽ എന്ന് പറയുന്ന ആള് എമ്മിന്റെ ബ്രദർ ഇൻ ലോ ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ടോട്ടൽ ഇപ്പം തന്നെ 1 2 3 4 5 6 7 അല്ലേ, 8 എസ് ആണ്. 8th പേഴ്സൺ എസ് ആണ്. ടോട്ടൽ 9 പേഴ്സൺ ആണ്. 9th പേഴ്സൺ ആരാണ്, എൽ ആണ്. അപ്പം എൽ ഈസ് എ ബ്രദർ ഇൻ ലോ ഓഫ് എം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ 2 പോസിബിലിറ്റി ഉണ്ടെങ്കിലും ഈ ഒരു കേസിൽ എന്താ, 9ാമത്തെ ആളാണ് എൽ. ഇനി ഒരു പുതിയൊരാൾ വരാനില്ല. ആ ഒരു കേസിൽ എന്താ പറയാം, എമ്മിന് ഒരു സിബ്ലിംഗ് വന്ന് അല്ലെ, അയാളുടെ സ്പൗസ് ആയിരിക്കും ആര്, എൽ എന്ന് പറയുന്നത് അല്ലെ. ഇനി എം മേരി ചെയ്ത് അയാളുടെ സിബ്ലിംഗ് എൽ ആവാനുള്ള ഒരു നമ്പർ ഓഫ് പീപ്പിൾ നമ്മളെ ഈ ഫാമിലിയിൽ ഇല്ലല്ലോ. സോ എൽ ഈസ് എ ഹസ്ബൻഡ് ഓഫ് എൻ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ കണക്ട് ചെയ്യാം. അപ്പം തന്നെ നമുക്ക് നോക്കാം, 2 കപ്പിൾസിനെ നമുക്ക് കിട്ടി. കെന്റെ കേസും കിട്ടി, കെയും ഓയും ഒരു കപ്പിളാണ്. അതേപോലെ തന്നെ എന്നും എല്ലും അടുത്ത കപ്പിൾസ് ആണ് അല്ലെ. ടോട്ടല് 2 മാരീഡ് കപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇനി ഈ ഒരു പോസിബിലിറ്റിന്റെ കാര്യം നമുക്ക് കൺസിഡർ ചെയ്യാം. ഓയുടെ സിബിലിംഗ്, ഓയുടെ ഹസ്ബൻഡിന്റെ സിബിലിംഗ് ആയിരിക്കും അല്ലെ എസ്. ഈ ഒരു കേസ് ഉണ്ടാവില്ലല്ലോ. കാരണം എന്താ, ഓയുടെ സിബിലിംഗിന് കല്യാണം കഴിച്ച 3ാമത്തെ കപ്പിൾസ് അതിൽ വരും അല്ലെ. അത് പാടില്ല. സോ എസ് ഇവിടെ വരും. പക്ഷെ എസിന്റെ ജെൻഡർ എന്താണെന്ന് നമുക്ക് നിലവിൽ അറിയില്ല അല്ലെ. ഇനി ഇവരെ കണക്ട് ചെയ്യണം. പി ഈസ് എ ഗ്രാൻഡ് ഫാദർ ഓഫ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പി എന്ന് പറയുന്ന ആൾ എന്താണ്, എന്നിന്റെയും പേരന്റ് ആവാം അല്ലെങ്കിൽ എല്ലിന്റെയും പേരന്റ് ആവാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. സോ 2 അവിടെ വെച്ചേക്കുക. ഏതാണെന്ന് ഇനി ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യേണ്ടി വരും നോക്കാം. ഇപ്പൊ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ വാട്ട് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് കെ വിത്ത് റെസ്പെക്ട് ടു എൽ. കെ വിത്ത് റെസ്പെക്ട് ടു എൽ എന്താണ്, ആ ഒരു കേസിൽ നമുക്ക് അങ്കിൾ എന്ന് പറയാം. ഇവിടെ എങ്ങനെ വന്നു കഴിഞ്ഞാലും അതിന്റെ റിലേഷൻ എന്താണ് വരിക, അങ്കിൾ ആണ് വരിക അല്ലെ.
ഹു among the following is the father of Q? Qന്റെ ഫാദർ ആരാണ്? L ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ ഈ ഒരു പോസിബിലിറ്റി നിലവിൽ ഒരു ബുദ്ധിമുട്ടല്ല. സോ കുഴപ്പമില്ല, അതിങ്ങനെ തന്നെ വെച്ചാൽ മതി അല്ലേ? ഓക്കെ ആണല്ലോ.